സെബാസ്റ്റ്യന്റെ വീടും പുരയിടവും ചുറ്റിപ്പറ്റി കുഴിച്ചു മൂടപ്പെട്ട് കിടക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. പള്ളിപ്പുറത്തെ ആ വീട്ടിൽ കണ്ടെത്തിയ രക്തക്കറ ജൈനമ്മയുടേതാണ് എന്ന് സ്ഥിരീകരിച്ചതാണ് ഏറ്റവും ഒടുവിൽ വന്ന നിർണായക വിവരം. ഇനി ധർമ്മസ്ഥലയിൽ അവിടെ പരിശോധനകൾ ഏറെക്കുറെ പൂർണ്ണമാകുന്നു എന്ന് കരുതിയ ഘട്ടത്തിലാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ മറ്റൊരു നീക്കം. ഇതുവരെ മാർക്ക് ചെയ്യാത്ത മറ്റൊരു ഇടത്ത് 14ാമത്തെ പോയിന്റിൽ പരിശോധന നടത്തുന്നു. ഈ കഴിഞ്ഞ ആഴ്ച കേരളത്തിന്റെ മനസാക്ഷി ഞെട്ടിച്ച ഒരു ആത്മഹത്യ, അത് കോതമംഗലത്തെ 23-കാരിയുടേതായിരുന്നു. എല്ലാവരുടെയും നെഞ്ചുലച്ച ആ മരണം ഇപ്പോൾ പ്രതി റമീസിന്റെ മാതാപിതാക്കൾക്കെതിരെ ആത്മഹത്യ പ്രേരണാ കുറ്റം ചുമത്തിയിരിക്കുകയാണ് പോലീസ്. ഈ വാർത്തകളൊക്കെ വിശദമായി എത്താം. പോലീസ് പെട്രോളിലേക്ക് സ്വാഗതം. ഏറ്റുമാനൂർ ജൈനമ്മ തിരോധാന കേസിലേക്കാണ് ആദ്യം പോകുന്നത്. അവിടെ നിർണായക തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. പ്രതി സെബാസ്റ്റ്യന്റെ ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടിൽ കണ്ടെത്തിയ രക്തക്കറ അത് ജൈനമ്മയുടേതാണ് എന്ന് സ്ഥിരീകരിച്ചു. തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ഈ കണ്ടെത്തൽ. സെബാസ്റ്റ്യൻ പണയം വെച്ച സ്വർണ്ണാഭരണങ്ങളും ജൈനമ്മയുടെ തന്നെയാണ് എന്ന് ക്രൈംബ്രാഞ്ച് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ജി ശ്രീജിത്ത് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, പള്ളിപ്പുറത്തെ വീടിനെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢതകൾ ഇങ്ങനെ തുടരുമ്പോഴാണ് പുതിയ നിർണായക വിവരങ്ങൾ വരുന്നത്. ഇത് എങ്ങനെയൊക്കെയാണ് ഈ കേസിനെ മുന്നോട്ട് കൊണ്ടുപോവുക? സെബാസ്റ്റ്യൻ ഇത് അംഗീകരിക്കുന്നുണ്ടോ? അയാൾ സമ്മതം മൂളുന്നുണ്ടോ? സെബാസ്റ്റ്യനിൽ നിന്ന് ലഭിച്ച വിവരം അനുസരിച്ചല്ല എൽദോ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ മുന്നോട്ട് പോയിട്ടുള്ളത്. സെബാസ്റ്റ്യൻ പരിപൂർണമായും നിസ്സഹകരണം തുടരുന്ന കാഴ്ചയാണ് തുടക്കം മുതൽ കണ്ടിട്ടുള്ളത്. ആ ഘട്ടത്തിലാണ് ശാസ്ത്രീയ വിവരങ്ങൾ, ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്തി മുന്നോട്ട് പോകാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. ഈ ചേർത്തലയിലെ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ നടത്തിയ പരിശോധനയിൽ ശരീര അവശിഷ്ട ഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇതേ ദിവസം തന്നെയാണ് ആ വീടിനുള്ളിൽ രക്തക്കറ കണ്ടെത്തിയത്. ഈ രക്തക്കറയുടെ DNA പരിശോധന ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് ജൈനമ്മയുടേതാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഫോറൻസിക് ലാബ് അധികൃതർ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന വിവരം. അതായത് ഈ കേസിൽ വളരെ നിർണായകമാകുന്ന ഒരു തെളിവിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. കാരണം ജൈനമ്മയ്ക്ക് അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഇത്തരം ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുകയാണ്. തീർച്ചയായും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു എന്താ പറയുക, ശരീരാവശിഷ്ടങ്ങളുടെ പരിശോധനാ ഫലമാണ്, DNA പരിശോധനാ ഫലമാണ്. അത് ജൈനമ്മയുടെ തന്നെയാണോ, അതിനപ്പുറത്തേക്ക് മറ്റാരുടേതെങ്കിലും ആണോ, അതോ ഒന്നിലധികം ആളുകളുടേതാണോ? ഇത്തരം വിവരങ്ങളൊക്കെ ഈ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ, DNA ഫലത്തിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. രക്തസാമ്പിളുകളുടെ DNA പരിശോധനാ ഫലം വളരെ വേഗത്തിൽ ലഭിക്കും എന്നുള്ളതാണ് ഫോറൻസിക് ലാബ് അധികൃതരുമായി നമുക്ക് ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രക്തക്കറ ഉണങ്ങിയ രക്തക്കറയാണെങ്കിൽ അല്പം കൂടി താമസം എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇത്ര ദിവസം വൈകിയത്. അതല്ല എങ്കിൽ ഇതിനു മുൻപ് തന്നെ ഫലത്തിൽ അതിന്റെ പരിശോധനാ ഫലം ലഭിക്കേണ്ടതായിരുന്നു. 15 വർഷം വരെ പഴക്കമുള്ള രക്തക്കറകളുടെ പോലും ഫലങ്ങൾ DNA പരിശോധനയിലൂടെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് കേരളത്തിലെ ലാബുകളിൽ തന്നെ അത്തരം വിവരങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അത്രയധികം ശാസ്ത്രീയമായ പരിശോധനാ ഫലം തന്നെയാണ് ഇക്കാര്യത്തിലും ഉണ്ടായിരിക്കുന്നത്. അത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായും ജൈനമ്മ കൊല്ലപ്പെട്ടു എന്ന നിഗമനത്തിൽ തന്നെയാണ് സെബാസ്റ്റ്യനെതിരെ കൊലപാതക കേസിന് ഒപ്പം തന്നെ തെളിവ് നശിപ്പിക്കൽ, ഒപ്പം തന്നെ തട്ടിക്കൊണ്ടുപോകൽ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ക്രൈംബ്രാഞ്ച് കേസെടുക്കുകയും കോടതിയിൽ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ സംഭവം ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ തെളിവുകൾ തീർച്ചയായും നിർണായകമാണ്. പക്ഷെ കൂടുതൽ വ്യക്തത വരാൻ ജൈനമ്മയുടെ ശരീരാവശിഷ്ടങ്ങൾ, ശരീരഭാഗങ്ങൾ എന്തെങ്കിലും കണ്ടെത്തിയാൽ ഇതിൽ വളരെ പ്രധാനപ്പെട്ടതായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെയാണ് ഒരു കൊലപാതകം തന്നെയെന്ന് പരിപൂർണമായും സ്ഥിരീകരിക്കാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുക. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി അതിൽ ഇത് കേന്ദ്രീകരിച്ച് എന്താണെങ്കിലും ഈ ഒരു രക്തക്കറ കണ്ട സാഹചര്യത്തിൽ ആ വീട്ടിൽ കൂടുതൽ പരിശോധന നടത്താനുള്ള ആലോചനയുണ്ടോ അന്വേഷണ സംഘത്തിന്? ശ്രീജിത്ത്, എൽദോ, നിലവിലെ സാഹചര്യത്തിൽ വീട്ടിൽ ഏതെങ്കിലും തരത്തിൽ കൂടുതൽ പരിശോധനകൾ നടത്താനുള്ള തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടില്ല. ഇന്നലെയാണ് സെബാസ്റ്റ്യന്റെ പോലീസിലുള്ള കസ്റ്റഡി കാലാവധി അവസാനിക്കുകയും കോടതിയിൽ ഹാജരാക്കുകയും തുടർന്ന് കോടതി സെബാസ്റ്റ്യനെ ജയിലിലേക്ക് അയക്കുകയും ചെയ്തത്. ഇന്നലെ രാത്രി മുതൽ കോട്ടയം ജില്ലാ ജയിലിലാണ് സെബാസ്റ്റ്യൻ ഉള്ളത്. ഇനി DNA പരിശോധന അടക്കമുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ വന്ന ശേഷമായിരിക്കും അന്വേഷണ സംഘത്തിന്റെ തൊട്ടടുത്തുള്ള നീക്കങ്ങൾ ഉണ്ടാകുക. ഇതിനിടെ തന്നെ ആലപ്പുഴയിലെ സംഘവും വിവിധ തരത്തിലുള്ള പരിശോധനകൾ നടത്തി വരുന്നുണ്ട്.
അവർക്ക് ഏതെങ്കിലും കേസുകളിൽ വ്യക്തമായ തെളിവുകൾ അവരും ശാസ്ത്രീയ പരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ നിലയിൽ ഏതെങ്കിലും കേസിന്റെ തെളിവുകൾ വന്നാൽ സ്വാഭാവികമായും ആലപ്പുഴയിലെ സംഘം സെബാസ്റ്റ്യനെ അറസ്റ്റ് ചെയ്ത് കൂടുതൽ പരിശോധനകളിലേക്ക് നടന്നേക്കും. ആ പരിശോധനയിൽ ഒരുപക്ഷെ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും സെബാസ്റ്റ്യന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചാൽ അതിനുള്ളിൽ തന്നെ ഒരുപക്ഷെ DNA ശരീരാവശിഷ്ടങ്ങളുടെ DNA പരിശോധനാ ഫലം ലഭിച്ചാൽ ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഘട്ടത്തിൽ ഒരുപക്ഷെ ആവശ്യമെങ്കിൽ വീണ്ടും പള്ളിപ്പുറത്തെ വീട്ടിൽ കൂടുതൽ പരിശോധനകൾ നടത്തിയേക്കും. എന്തായാലും ജൈനമ്മ കേസുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകൾ തങ്ങളുടെ പക്കൽ ലഭിച്ചിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘം പറയുകയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് എന്തൊക്കെ തെളിവുകൾ എന്നുള്ളത് അന്വേഷണത്തിന്റെ ഈ ഘട്ടത്തിൽ അത് പറഞ്ഞാൽ അത് കൂടുതൽ ഗുരുതരമായി ബാധിക്കുമെന്നതുകൊണ്ട് അന്വേഷണ സംഘം വെളിപ്പെടുത്തുന്നില്ല. ഇന്നലെ തന്നെ സെബാസ്റ്റ്യന് വേണ്ടി അഭിഭാഷകൻ ഹാജരാകുകയൊക്കെ കോടതിയിൽ ഹാജരാകുന്ന സാഹചര്യമൊക്കെ ഫലത്തിൽ ഉണ്ടായിരുന്നു. ആ നിലയിലാണ് ആ കേസ് മുന്നോട്ട് പോകുന്നത്. വൈകാതെ ഈ DNA പരിശോധനാ ഫലം, ശരീരാവശിഷ്ടങ്ങളുടെ പരിശോധനാ ഫലം വന്നു കഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ തീർച്ചയായും ഒരു അന്തിമമായ വ്യക്തത ഉണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടായത് ഈ സെബാസ്റ്റ്യൻ പണയം വെച്ച സ്വർണ്ണാഭരണം അത് ജൈനമ്മയുടേതാണ് എന്ന് സ്ഥിരീകരിക്കാനുള്ള സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. അത് എങ്ങനെയാണ് സാധ്യമാക്കിയത് അന്വേഷണ സംഘം? നേരത്തെ തന്നെ സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഇത് അതായത് ഈ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ ഇതിന്റെ പരിശോധനകൾ നടത്തിയിരുന്നു. ഏതാണ്ട് 10 പവൻ അടുത്ത സ്വർണ്ണാഭരണങ്ങൾ ജൈനമ്മയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ഏകദേശ കണക്കാണ് കുടുംബാംഗങ്ങൾ ക്രൈംബ്രാഞ്ച് സംഘത്തിന് മൊഴിയായി നൽകിയിരുന്നത്. ഇത് അവർ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇക്കാര്യം ജൈനമ്മയുടെ തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ കേസിൽ തന്നെ വളരെ പ്രധാനമായി അതും വരുന്നു എന്നുള്ളത് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഈ ബാങ്ക് ജീവനക്കാരുടെ അടക്കം മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിക്കൊണ്ടൊരു തുടരന്വേഷണത്തിലേക്കാണ് ക്രൈംബ്രാഞ്ച് സംഘം നടന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച കസ്റ്റഡിയിലുള്ളപ്പോൾ തന്നെ ചേർത്തല നഗരത്തിലെ ഈ സ്ഥാപനത്തിലൊക്കെ തെളിവെടുപ്പിന് ആദ്യഘട്ടത്തിൽ എത്തിച്ചിരുന്നു. തൊട്ടു പിന്നാലെ ഈ വിറ്റ പണം കൊണ്ട് ഒരു ഫ്രിഡ്ജ് വാങ്ങാനാണ് സെബാസ്റ്റ്യൻ തയ്യാറായത്. അതിന് ആ ഗൃഹോപകരണ വിതരണ സ്ഥാപനത്തിലും സെബാസ്റ്റ്യനുമായി തെളിവെടുപ്പിന് അന്വേഷണ സംഘം എത്തിയിരുന്നു. അങ്ങനെ പല മൊഴികൾ, ഈ ജൈനമ്മയുടെ പണം പോയാൽ ആ പണം എവിടെ എത്തി, ഇങ്ങനെ പല ശാസ്ത്രീയമായ കൂട്ടിച്ചേരുവകൾ ഉള്ള തെളിവുകൾ കണ്ടെത്തിക്കൊണ്ടാണ് അന്വേഷണ സംഘം ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ തെളിവുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായും അതും ജൈനമ്മയുടേതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞത് വലിയ ആശ്വാസമായി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും കൂടുതൽ തെളിവുകൾ ഇത്തരത്തിൽ പരിശോധനാ ഫലത്തിലൂടെ DNA പരിശോധനാ ഫലമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ കുറച്ചുകൂടി ആത്മവിശ്വാസത്തോടെ ക്രൈംബ്രാഞ്ചിന് മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എൽദോ, ജൈനമ്മ തിരോധാന കേസിൽ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ആ വീട്ടിൽ നിന്നും കണ്ടെത്തിയ രക്തക്കറ അത് ജൈനമ്മയുടേതാണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു. അവിടെ ലാബിൽ നടത്തിയ പരിശോധനയിൽ, ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിൽ അത് വ്യക്തമാകുന്ന സാഹചര്യമാണ്. മാത്രമല്ല സ്വർണ്ണാഭരണങ്ങൾ അതും ജൈനമ്മയുടേതാണ് എന്നുള്ളത് വ്യക്തത വരുന്നുണ്ട്. ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇനിയും കൂടുതൽ കണ്ണികൾ കൂട്ടി യോജിപ്പിക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരും. സെബാസ്റ്റ്യന് മേലുള്ള കുരുക്ക് അത് മുറുകുക തന്നെ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. പള്ളിപ്പുറത്തെ വീട്ടിൽ കണ്ടെത്തിയ രക്തക്കറ ജൈനമ്മയുടേതാണ് എന്നുള്ളതാണ് ഇന്ന് ലഭിച്ച വിവരം. ജി ശ്രീജിത്താണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഈ നിർണായകമായിട്ടുള്ള കേരളത്തെ ഞെട്ടിച്ച ഒരു നിഗൂഢമായിട്ടുള്ള ഒരു ക്രൈം കേസ്.